ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കുരിശുമാല ഉണ്ടല്ലോ, ഇതിൻ്റെ എക്സായിട്ട് ഒരു LED മാല നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഒരു ഓർഡറാണ്. അതിനാവശ്യത ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോൾസാണ്. അപ്പോൾ ഇത് നമുക്ക് ഫാൻസി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആ എഡ്ജസൊക്കെ നല്ല രീതിയിലൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശയിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്ക് അതിന് ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഒട്ടി അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ വശവും നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ട് ഇത് ഒട്ടി ഇരിക്കണം, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിലെങ്കിൽ പക്ഷേ നന്നായിട്ട് ഒട്ടി ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബോളെല്ലാം ഞാൻ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വുഡ്ഫില്ലിൻ്റെ ഒരു പശയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല സ്ട്രോങ് പശയാണ്, നല്ല രീതിയിൽ ഒട്ടിയിരിക്കും, പെട്ടെന്നൊന്നും പറഞ്ഞു പോകത്തില്ല, നല്ല സ്ട്രോങ് പശയാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസൊക്കെ ഇതുപോലെ അത് ഗ്ലൂ ഒഴിച്ചതിന് ശേഷം 2 ബോൾസും ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ മതി. ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് പശയാണ്, പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ച് ഏകദേശം ഒരു 60 ബോൾസോളം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബോൾസ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഈ മാല എങ്ങനെയാണോ അതേപോലെ അതേ ഡിസൈനിൽ തന്നെ എല്ലാ ബോൾസും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. പിന്നീട് വേണ്ടത് അതുകൊണ്ട് ഇതുപോലുള്ള 3mm റെഡും ബ്ലൂ ആയിട്ടുള്ള LED, പിന്നെ 100 ohmസിൻ്റെ കുറച്ച് റെസിസ്റ്റൻസ് വേണം. പിന്നീട് ഒരു 6 amps ഒരു ഡയോഡും കൂടെ വേണം കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. പിന്നീട് വേണ്ടത് കുറച്ച് വയേഴ്സാണ്, അതായത് ആ LED മാല ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു നീളത്തിനുള്ള വയേഴ്സ് വേണം. പിന്നീട് ഇതുപോലുള്ളൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി വേണം. അത് LED ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബോൾസിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നീട് അത് കത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിച്ച് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ LEDയുടെ നെഗറ്റീവ് വരുന്ന ലെഗ് ഞാൻ ഇതുപോലെ വളച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ള റെസിസ്റ്റൻസ് ആ ബെൻഡ് ചെയ്തിരിക്കുന്ന LEDയുടെ ലെഗിൽ സോൾഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ LEDയുടെ നെഗറ്റീവ് സൈഡിലാണ് ഞാൻ ഇങ്ങനെ റെസിസ്റ്റൻസ് സോൾഡർ ചെയ്തെടുക്കുന്നത്. മറ്റേ എൻഡിൽ പോസിറ്റീവ് വയർ ഡയറക്റ്റ് വരും. എല്ലാ LEDയും കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, മുത്തിനകത്തോട്ട് കയറ്റുമ്പോൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ LEDസും ഇതുപോലെ റെസിസ്റ്റൻസ് സോൾഡർ ചെയ്ത് ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമുക്ക് ആ വയർ ഒരു LED ഫസ്റ്റ് സോൾഡർ ചെയ്തെടുക്കണം. ഫസ്റ്റ് ഒരു LEDയിൽ ഇങ്ങനെ 2 വയർ ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബോളിനകത്തോട്ട് ഒരു LED കയറ്റണം. ഇതുപോലെ ഒരു LED ഫസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക് ബോളിനകത്ത് കയറ്റണം. ഒരു LED കയറ്റിയതിന് ശേഷമാണ് രണ്ടാമത്തെ LED അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് വേണം അടുത്ത ആ വയർ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അവിടെ വേണം അടുത്ത LED നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള മുത്താണ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഈ വയർ അതിൻ്റെ ആ ഹോളിനകത്തൂടെ കയറ്റി ബോളിൻ്റെ 2 എൻഡിലായിട്ട് ആദ്യം പ്ലേസ് ചെയ്യണം. പിന്നീട് സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ലെഗിൽ നന്നായിട്ട് ആ വയറും ലെഗുമായിട്ട് നല്ല സോൾഡറിങ് പിടിച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ആക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ എല്ലാം മൊത്തം സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ചിലപ്പോൾ അത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഈ ബുത്തിനകത്ത് എല്ലാ LEDയും നമുക്ക് ഇനി പ്ലേസ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ചെയ്തതിന് ശേഷം ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് എല്ലാ LEDയും നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഈ ഒരു കുരിശിനകത്തും LED സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെഡിമെയ്ഡ് കിട്ടിയൊരു കുരിശാണ്. ഇത് ഫ്ലോറസൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബ്ലൂ കളർ LEDയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മാല അതേപോലെ അതേ ഡിസൈനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഉള്ള ലുക്കാണിത്. 60 ബോൾസ് അടുപ്പിച്ചുണ്ട്. ഈ ഒരു മുത്തിനകത്താണ് ഞാൻ ആ ഒരു ഡയോഡ് കൊടുത്തിരിക്കുന്നത്, ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ. 12 വോൾട്ടാണ് അതിൻ്റെ ഒരു സപ്ലൈ വോൾട്ടേജ് എന്ന് വരുന്നത്. ഇത് കത്തിച്ച് കാണിച്ചു തരാം. കത്തിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ലൈറ്റ് അണച്ച് കാണിച്ചു തരാം. ഈ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.